ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ അവസാന ഭാഗമായിട്ട് നമ്മൾ കണ്ടത് രേവതി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്കിൽ പോലും രേവതി തക്ക മറുപടി കൊടുത്തു ചന്ദ്രയ്ക്ക്. ചന്ദ്രനെ ചായ ഇടാൻ വേണ്ടി പറഞ്ഞയക്കാൻ ഏതായാലും രേവതിനെ കൊണ്ട് കഴിഞ്ഞു. രേവതി അവിടെ ചായ ഇട്ട് കൊടുത്തിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ രേവതി അവിടെ കുറച്ച് ബോൾഡായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര നേരെ പോയി. എങ്കിലും ചന്ദ്ര അതും ഇതുമൊക്കെ പറഞ്ഞു. അത് കേട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ രേവതിനെയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അപ്പൊ നാളെ കാണാൻ പോകുന്ന തുടക്ക ഭാഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്ര ചായയൊക്കെ ഇട്ടുകൊണ്ട് വരാണ് കേട്ടോ. ചായ ഇട്ടിട്ട് പറഞ്ഞു, കണ്ടോടി എനിക്കും ചായ ഇടാനൊക്കെ അറിയാം. നീ ഇനി കൂടുതൽ മൂപ്പെടുക്ക്. ദേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ചായ ഇട്ടത് ചായ ഇട്ടു, നാളെ ഈ അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് നീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എത്ര അമ്മ പറഞ്ഞാലും ശ്രുതിക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കില്ല. എന്നോട് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ഒരു ഭർത്താവ്, എടി നിന്റെ ഭർത്താവ് ഇപ്പൊ നിന്നെ തലയെ കയറ്റി വെച്ചോണ്ട് ഓടി നടക്കുവാണല്ലോ. കൊണ്ടോടി നോക്കിക്കോ, ദേ ഉടനെ തന്നെ നിന്റെ ഭർത്താവ് നിന്നെ എടുത്ത് താഴെ ഇടുന്നത് കാണാൻ പറ്റൂടി ഞങ്ങൾക്ക്. അത് ഞാൻ കാണൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്ര മേളിലേക്ക് പിന്നെ കയറി പോകുന്നത്. ശ്രുതിക്കും ചായ കൊടുക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് ചെന്ന് ചായ കൊടുക്കുന്നു. ഏതായാലും ഈ ചായ മേടിച്ചിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ചായ ഇട്ടോണ്ട് വന്നത്? ഞാൻ ഇട്ടോളില്ലായിരുന്നോ? അല്ല മോളെ, മോൾ അങ്ങനെ ചായ ഒന്നും ഇടണ്ട. മോള് ചായയൊക്കെ ഇട്ട് ശീലിച്ചിട്ടുണ്ടോ? അതെന്താ ഞാൻ ചായ ഇടാത്തത്? ഞാൻ അവിടെ റൂമില് ഞങ്ങൾ ചായ ഇട്ടോണ്ടിരുന്നതല്ലേ, പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? അതൊന്നും സാരമില്ല. ഇവിടെ അമ്മയുള്ളപ്പോ മോൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. പിന്നെ ആ രേവതി അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതല. മോൾ അവളുടെ കാര്യമേ നോക്കണ്ട, മൈൻഡേ ചെയ്യണ്ട. അവൾ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓരോ പണികളൊക്കെ ചെയ്തോളും. മോള് മൈൻഡ് ആക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ആ ചായ കൊടുത്തിട്ട് ശ്രുതിനെയൊക്കെ ഒന്ന് സോപ്പിട്ടിട്ട് ചന്ദ്ര താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെയും ശ്രീകാന്തിനെയും സച്ചിയുടെ കൂട്ടുകാരനെയാണ്. അങ്ങനെ ഇവര് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു CCTV ദൃശ്യങ്ങൾ എടുക്കാനാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സൂപ്പർ മാർക്കറ്റിലെ അദ്ദേഹം പറഞ്ഞു, അതെ ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, 1 മാസം മുമ്പുള്ളതെല്ലാം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ ഞങ്ങൾ അന്ന് വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് അന്നുണ്ടായിരുന്നു, ഇവിടെ ഫുഡേജിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ CCTV കംപ്ലൈന്റ് ആയിപ്പോയി. പിന്നെ അത് നന്നാക്കാനൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അതിനകത്തുണ്ടായിരുന്ന എല്ലാം ലീക്കായി പോയി. ഇനിയിപ്പം ഈ ഒരാഴ്ച മുമ്പ് മുതൽ ഉള്ളതേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യമായിട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, സാറേ എവിടെയെങ്കിലും ഒന്ന് നോക്കുക, എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പം പോയ സാധനം എന്റെ കയ്യിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചു. അപ്പൊ ശ്രീകാന്ത് മുമ്പോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അതെ വേറൊന്നും കൊണ്ടുമല്ല, ഇതെന്റെ ഏട്ടനാണ്. എന്റെ ഏട്ടൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഏട്ടൻ ഒരു കഞ്ചാവ് കേസുമായിട്ട് കുടുക്കിയ 2 അവന്മാർ ആ ഒരു CCTV ദൃശ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് ഞാൻ അന്ന് നിങ്ങൾക്ക് തന്നതല്ലായിരുന്നോ? എങ്കിൽ പിന്നെ അന്ന് നിങ്ങൾക്ക് പോലീസിനെ കാട്ടിക്കൂടായിരുന്നോ എന്ന് ആ സൂപ്പർ മാർക്കറ്റിലെ അങ്ങേരും ചോദിച്ചു. ഏതായാലും അങ്ങേര് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് കൈമലത്തി. അങ്ങേര് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ കാരണം കാണുമായിരിക്കും, ഇല്ലായിരിക്കും. അതോ ഇനിയിപ്പോ നമ്മുടെ ഗജാനന്ദൻ അവിടെ വല്ലതും ഇടപെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനും ശ്രീകാന്തും കൂടെ ആ കടയുടെ വെളിയിലിറങ്ങിയിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, എങ്കിലും നീ എന്ത് പണിയാടാ കാണിച്ചത്? അല്ല നിനക്ക് അവരെ രണ്ടുപേരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റി? അല്ല നീ പറഞ്ഞല്ലോ ആ ഒരു CCTV കണ്ടപ്പോ തന്നെ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നും. നീ ഗജാനന്ദന്റെ ആ ഗുണ്ടകളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്റെ അറിവില്ല, നീ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ എന്താ പറയുക? എന്താ പ്രശ്നം? നീ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് ദേവു കാണിച്ചു തന്ന, ദേവുവാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം ദേവുവിനറിയാമെങ്കിൽ ഈ കാര്യം രേവതിക്കും അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഏട്ടാ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത്, ഏടത്തിക്കും അറിയാം. ഏടത്തിയാ ഈ കാര്യം വേറെ എങ്ങും പറയണ്ട, അറിയിക്കണ്ട എന്ന് പറഞ്ഞത്. ഗജാനന്ദനാണെന്ന് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതാ, അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. പിന്നെ ഇത് വലിയ പ്രശ്നമാകും, അതുകൊണ്ടാ ഞങ്ങള് വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് ഞാൻ പറയാ, ഏട്ടന്റെ നല്ല കാര്യത്തിന് വേണ്ടിയാ ഏടത്തി അങ്ങനെയൊക്കെ ചെയ്തത്. വെറുതെ ഏടത്തിയോട് ചെന്ന് വഴക്കുണ്ടാക്കരുത്. വേണ്ട നീ അവളെ വെറുതെ ന്യായം പറയണ്ട. എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചാലേ ഞാനേ അത് പൊറുക്കില്ല, ക്ഷമിക്കില്ല, സഹിക്കില്ല. അതുമല്ല എന്നെ അവിടെ വെച്ച് പോലീസുകാർ പട്ടീനെ തല്ലുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അതുപോലെ തന്നെ ആ വണ്ടി ഇല്ലാതാക്കുന്നത് കണ്ടതല്ലേ? എന്നിട്ടും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്നോട് പറയാതിരുന്നല്ലേ? അത് ഞാൻ ക്ഷമിക്കണമെന്ന് ഇല്ല, ഈ സച്ചി അത് ക്ഷമിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലുന്നത്.
പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഏതായാലും രേവതി, എടി രേവതി എന്ന് വിളിച്ചോണ്ടാ ചെല്ലുന്നത്. അപ്പൊ ഇതേ സമയത്ത് ചായയൊക്കെ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും ചന്ദ്രയും. അപ്പൊ ഇവര് 3 പേരും ചായ കുടിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നു. ഈ സച്ചിയുടെ ഈ വെപ്രാളമൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും മനസ്സിലായി കാര്യം പിടിയിട്ട് എന്തോ ഉണ്ട്. രേവതിനെ അത്രയ്ക്ക് ഷൗട്ട് ചെയ്താ വിളിക്കുന്നത്, എടി രേവതി, എടി രേവതി എന്ന്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ കിടന്നത് തൊള്ള തുറക്കുന്നത്? അവൾ അവിടെ അടുക്കളയിൽ വല്ലതും കാണും, അവൾ അടുക്കളയിലല്ലേ കാണാറുള്ളത്, നിനക്ക് അങ്ങോട്ട് പോയാൽ പോരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെല്ലട്ടെ, ഞാൻ ചെന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. നേരെ അടുക്കളയിലേക്ക് പോയിട്ട്, എടി നീ എന്താടി, നീ എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലേ എടി, നിനക്ക് എങ്ങനെ തോന്നിയിടി ഇതെന്നോട് ചെയ്യാന്ന് ചോദിച്ചപ്പം, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ, നിനക്ക് മനസ്സിലാവുന്നില്ലതേ അല്ലല്ലേ, ഞാൻ മനസ്സിലാക്കി തരാടി, ഞാൻ നല്ല വണ്ണം നിനക്ക് മനസ്സിലാക്കി തരാം. അന്നിനെ പോലീസ് പിടിച്ചത് എന്തിനാ, അത് ഏതിനാ എന്നൊക്കെ നിനക്കറിയാലോ. അന്നാരാ എന്റെ വണ്ടിയിൽ കൊണ്ട് കഞ്ചാവ് വെച്ചതെന്ന് നിനക്കറിയാലോ. അതെല്ലാം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടതും രേവതി ഞെട്ടിപ്പോയിട്ടോ. രേവതി മാത്രമല്ല അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര, ഓഹോ ഇതിനു പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? ആഹാ, അപ്പൊ ഇതിനു പിന്നിൽ കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, എന്താ പറ്റി ശ്രുതി, കഞ്ചാവിന്റെ കാര്യമൊക്കെ പറയുന്നോ ഉണ്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പം, അത് വലിയൊരു കേസാ, അത് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു. ഇതേ സമയം വീണ്ടും നമ്മുടെ രേവതിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങ് ഹോളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാം ഞാൻ സഹിക്കും, എന്നോട് വിശ്വാസവഞ്ചന ചെയ്താലേ ഞാൻ സഹിക്കില്ല. നീ എന്റെ തലേ കയറി അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. അന്ന് നിനക്ക് ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടി ഇപ്പൊ അങ്ങനെ കിടക്കുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. നിനക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ, ആർക്കും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ സച്ചി ഒറ്റയ്ക്കാ കഷ്ടപ്പെടുന്നത്. ഈ സച്ചിക്ക് എവിടെയൊക്കെ ഉണ്ടെന്നറിയാമോ കടം? പിന്നെ നിന്റെ ഉണ്ടല്ലോ മാല, ഒരു മാല എടുത്തെന്നും പറഞ്ഞുകൊണ്ട് നീ എന്ത് പുകില ഉണ്ടാക്കിയത്. ആ മാലയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ആ ഫൈനാൻസറിന്റെ കയ്യിൽ നിന്ന് പോയി പൈസ എടുത്തു. അതിന്റെ പലിശ അടയ്ക്കണം, മുതലടയ്ക്കണം, വാടക കൊടുക്കണം, അതുപോലെ തന്നെ കാറിന്റെ CC അടയ്ക്കണം, ഇപ്പൊ കാറ് പണിയാൻ കയറ്റിയേക്കോ അത് ഇറക്കണം. ഇതെല്ലാം ആര് കാരണമാ? ഇതെല്ലാം നീ കാരണം തന്നെയാ, നീ ഒറ്റ ഒരുത്തി കാരണമാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ നേരെ ചെന്നപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ, ഓ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്റെ പൊന്നു മോനെ, എല്ലാം ഇവള് കാരണം തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. എടാ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നീ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അമ്മ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ, അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഞാനെന്തു പറയാനാ, ഞാനൊന്നും പറയുന്നില്ലേ, എന്തേലും ആയിക്കോ, എനിക്കല്ലെങ്കിലും ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഏതായാലും സച്ചി വീണ്ടും അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനോട് ശ്രീ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ, എടാ നീയൊന്നും മനസ്സിലാക്കടാ, അവള് നീ വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നോടൊന്നും പറയാതെ മറച്ചു വെച്ചത്. അതിനെന്തിനാടാ അവളെ നീ കുറ്റപ്പെടുത്തുന്നതോ? ഓഹോ അച്ഛനും കൂട്ടുപിടിച്ചു അവളെ. ഞാനൊരു കാര്യം പറയാം, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ചെയ്യേണ്ടത്. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവളത് എന്നോട് തുറന്നു പറയണമായിരുന്നു. ഇത്രയും നാള് അവള് മൂടി വെച്ചോണ്ട് നടന്നില്ലേ, ഞാൻ എത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്നേ ആർക്കും അറിയില്ല. ഇവളെ കെട്ടിയത് മുതല് എനിക്ക് തുടങ്ങിയ തലവേദനയാ. ഇവളുടെ വീട്ടുകാരും ഇവളുമായിട്ട് എനിക്ക് തലവേദന ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ദേ എല്ലാം ഞാൻ സഹിക്കും. എന്റെ വീട്ടുകാരെ വെറുതെ പറയരുത്. അവരെന്താ ചെയ്തതോ? ഓ ഇനി നിന്റെ വീട്ടുകാരെ പറയുന്നതിനാലടി കുറ്റം. നിന്റെ വീട്ടുകാരെയും പറയും, നിന്നെയും പറയും. നീയും നിന്റെ വീട്ടുകാരും കാരണമല്ലേ ഞാൻ ഈ ഗതിയിലായത്. എല്ലാവരും കാരണമല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത്. അവളുടെ ഒരു മാല എടുത്തെന്നും പറഞ്ഞ് അവള് വലിയ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നതായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഞാനല്ലേ എല്ലാം തന്നെ തൊഴഞ്ഞോണ്ട് പോകുന്നത്. അല്ല നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ നീ എനിക്ക് തരാന് എന്നും കൂടെ ചോദിച്ചു. ഇതൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് വല്ലാണ്ടായി പോയില്ലേ. രേവതി പറഞ്ഞു, നിർത്തുന്നുണ്ടോ? കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. എല്ലാം ഞാൻ കാരണം. ഞാൻ പറഞ്ഞതാ, ദേ അന്ന് ഞാൻ ആ കമ്മീഷണറുടെ ഭാര്യയുടെ കാലും കൈയും ചെന്ന് പിടിച്ചോണ്ടാ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. നീ കൂടുതൽ കൈയും കാലും പിടിച്ച് ഇറക്കിയ കണക്കൊന്നും നീ ഇവിടെ പറയണ്ട. കൈയും കാലും പിടിച്ച് ഇറക്കിയിട്ട് എന്താ കാര്യം ഉണ്ടായത്? ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. എന്റെ വണ്ടി പോയില്ലേ, എന്റെ വണ്ടി, ഞാൻ എന്റെ നെഞ്ചോട് ചേർത്തോണ്ട് നടന്ന എന്റെ വണ്ടി, എനിക്ക് അതാടി ചോറ് തരുന്നത് ആ വണ്ടിയാ നീയൊക്കെ കാരണം പോയത് എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങി. അപ്പൊ ഇതേ സമയമാണ് നമ്മുടെ ദേവും ലക്ഷ്മിയും കൂടെ ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ എന്തോ ചെറിയൊരു ചടങ്ങുണ്ട്, എന്തോ ഒരു ചെറിയൊരു ആഘോഷമുണ്ട്. അപ്പൊ അതിന് വിളിക്കാൻ വേണ്ടിയാണ് അവര് വരുന്നത്. അപ്പൊ അവര് വന്നിങ്ങനെ വെളിയിൽ നിൽക്കുമ്പം
കേൾക്കുന്നതെല്ലാം നമ്മുടെ രേവതിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ലക്ഷ്മിക്കും ദേവുനും മനസ്സിലായി. അപ്പൊ അവരും പുറത്തു നിന്ന് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിൽ പോയി ചെന്ന് ചാടണ്ട എന്ന് ഓർത്തിട്ടാന്ന് പറയുമ്പം, ദേ പ്രശ്നത്തിൽ പോയി ചെന്ന് ചാടണ്ട പോലും. അന്ന് പ്രശ്നത്തിൽ ചെന്ന് ഞാൻ ചാടിയത് എന്തിനാ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഗജാനന്ദന്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രശ്നത്തിൽ പോയി ചാടിയത്. അതുകൊണ്ടാണല്ലോ അവൻ എന്നോട് വാശിയും വൈരാഗ്യവും വന്നതും എന്റെ കാറിൽ കൊണ്ട് കഞ്ചാവ് വെച്ചതും. അപ്പൊ ഇതിനെല്ലാം കാരണം ആരാ? ഇതിനെല്ലാം ഒറ്റ കാരണം നീ തന്നെയാ. രേവതി പറഞ്ഞു, നിർത്തിക്കോ, ഇനി എന്നോട് സംസാരിക്കരുത്. ദേ ഇനി ഇങ്ങനെ പറയരുത്. ഇനി ഇങ്ങനെ പറഞ്ഞാലേ ചിലപ്പം ഞാൻ നിയന്ത്രണം തെറ്റിയെന്നിരിക്കും. ഞാൻ ഈ വീട്ടിൽ കഴിയുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹോ, നിന്നോട് ഈ വീട്ടിൽ കഴിയാൻ ആരാ പറഞ്ഞത്? നിന്നോട് ആരെങ്കിലും ഈ വീട്ടിൽ കഴിയാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, നീ പോ, നീ നിന്റെ വീട്ടിൽ പോ. നിന്നെ ആരെങ്കിലും ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ നിന്നെ തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ. നിന്നെ ഞാനാ കെട്ടിയതെങ്കിലേ ഞാനാ പറയുന്നത് നിന്നോട് വീട്ടിൽ പൊക്കോളാം. നീ വീട്ടിൽ പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടും. എനിക്ക് പറ്റത്തില്ല ഈ ഭാരത്തിനൊന്നും ചുമക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്ക് രേവതിക്ക് കരച്ചിൽ വന്നു കേട്ടോ. അങ്ങനെ രേവതി വല്ലാണ്ടങ്ങ് കരയാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ സച്ചിയോട് പറയുന്നത്, എടാ ഇത് ഇച്ചിരി അതിര് കിടക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ അവളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചന്ദ്ര പറഞ്ഞു, ഓ അങ്ങനെ എന്തിനാ സംസാരിക്കുന്നത്? ദേ നേരത്തെ എനിക്ക് വിളവ് വീണപ്പം ഇവിടെ ആർക്കും വിളവ് വീണില്ലായിരുന്നു, ഇപ്പം സച്ചിക്കും വിളവ് വീണു, ഇനി നിങ്ങൾക്കും വിളവ് വീഴാൻ കിടക്കുന്നേ ഉള്ള എന്റെ മനുഷ്യ എന്ന് പറയുമ്പോൾ ചന്ദ്ര എടി മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, അതെ ഞാൻ പൊക്കോളാം, ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല ഇവിടുന്ന് പോകുന്നതിന്. പക്ഷെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ മാത്രം ഞാൻ സഹിക്കാത്തത്. എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളെയോ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി അടിക്കാനായിട്ട് കൈ ഓങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും കൂടെ വന്നിട്ട്, മോനെ സച്ചി, എടാ നീ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവരെ കണ്ടതും നമ്മുടെ സച്ചി അങ്ങ് അയ്യടാന്നായി പോയിട്ടോ. കാരണം എന്തോ പോലെ ആയി പോയി സച്ചിക്ക്. ഇത്രയും വഴക്കൊക്കെ ആയല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ വന്നായിരുന്നു എന്ന് ചോദിച്ചപ്പം, ആ ഞങ്ങൾ വന്നായിരുന്നു, ഞങ്ങൾ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടത്. എന്തു പറ്റുമോളെ രേവതി, എന്താ പറ്റിയത്? അത് പിന്നെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സച്ചി അങ്ങോട്ട് പിറക്കി ഇടാനും തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോട് പറഞ്ഞു, അത് പിന്നെ സച്ചി ചേട്ടാ, എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ മറച്ചു വെച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല, വീണ്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലെന്ന് വെച്ചപ്പോൾ, നീ നിന്റെ ചേച്ചീനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യരുത് ദേവു, നിന്റെ ചേച്ചിയൊക്കെ കൂടിയേ എന്റെ ജീവിതം തകർക്കാനാ നോക്കിയത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയാനും തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രേവതി എന്തോ മെക്കിട്ടിങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതിയോട് ലക്ഷ്മി പറഞ്ഞു, മോളെ വേണ്ട, നിർത്ത്, നീ ഇനി സംസാരിക്കരുത്, അവൻ പറയാനുള്ളതൊക്കെ പറയട്ടെ, അത് അവന്റെ ദേഷ്യവും കാരണമല്ലേ അവൻ പറയുന്നത്, സാരമില്ല, എനിക്കറിയാം മോനെ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എല്ലാവർക്കും എന്റെ മാനസികാവസ്ഥ മനസ്സിലാകും, അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മുടെ രേവതി നേരെ റൂമിനകത്തേക്കും കയറി പോകുന്നു. അപ്പോഴത്തേക്കുമാണ് അവിടെ നമ്മുടെ ചന്ദ്ര പറയാൻ തുടങ്ങിയത്, കണ്ടില്ലേ മോളെ ശ്രുതി, നേരത്തെ ഇവൻ തലയിലെടുത്തോണ്ട് വെച്ച് നടക്കുവല്ലായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഇവളെ കൊണ്ടുപോയി താഴെ ഇടുന്ന? ഇത്രേ ഉള്ളൂ അവന്റെ സ്നേഹം. അവനിങ്ങനെയാ, തോന്നുമ്പോ എടുത്ത് തലയിൽ വെക്കും, തോന്നാത്തപ്പോ എടുത്ത് താഴെ ഇടും. അതെ, വിവരമില്ലായ്മ, അത് തന്നെ. വിദ്യാഭ്യാസവും വിവരവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് പറ. അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. രേവതി അങ്ങ് അകത്തേക്ക് കയറിപ്പോയിട്ട് അടുക്കളയിലേക്ക് അങ്ങ് രേവതി കയറിപ്പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് പോകുന്നത്. രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ലക്ഷ്മിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ പറയുക, പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട, പോട്ടെ, അവൻ ആ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞതാ. എനിക്കറിയാം രേവതി മോള് പറയാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല, അവന്റെ സ്വഭാവം എടുത്തുചാട്ടക്കാരനാ അവന്, അപ്പൊ അതുകൊണ്ടൊക്കെയാ പറയാത്തത്. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് മനസ്സിലാകും, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലാകും, പക്ഷേ മോളുടെ കാര്യം ഓർക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവന് പിന്നെ രേവതിന് ഒരുപാട് ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയതാ, അതെനിക്ക് അറിയായിരുന്നു രവിയേട്ടാ. കാരണം അന്ന് അമ്പലത്തിൽ വെച്ച് കല്യാണത്തിന്റെ ഇടയ്ക്കാണെങ്കിലും ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് രേവതി മോളോട് സച്ചിമോൻ ഇടപെട്ടോണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ചേരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. സാരമില്ല, ഞാൻ മോളോട് പറഞ്ഞ് ഞാനും മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ ലക്ഷ്മിയും പറയാണ്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ശ്രുതിയും സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്.
ശ്രുതി ആണെങ്കിൽ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര ഇത് എന്ത് ഒച്ചപ്പാടും ബഹളമായിരുന്നു ശ്രുതി അവിടെ നടന്നത്. അല്ല ഞാനങ്ങാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് ശ്രുതി അങ്ങനെയല്ലല്ലോ, ശ്രുതിയോട് ഞാൻ അങ്ങനെ പെരുമാറുന്നു ശ്രുതിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതെ, അവന് വിദ്യാഭ്യാസത്തിന് കുറവാ, അവക്കും വിദ്യാഭ്യാസമില്ല, അവനും വിദ്യാഭ്യാസമില്ല. അതിൻ്റെതായ രീതി അവർ കാണിക്കൂലോ. എൻ്റെ മോളോട് ഞാൻ പിന്നെ ഒന്നും വഴക്കൊന്നും പറയോ അടി കൂടുകയോ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എനിക്കിത് മാത്രം മതി, എനിക്കത് മാത്രം മതി ശ്രുതിയോട് എനിക്ക് എന്നും സ്നേഹം മാത്രമേ ഉള്ളായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നീ പിന്നെ എന്നോടൊന്നും മറക്കുന്നില്ലല്ലോ. അവള് രേവതി എന്തൊക്കെ മറച്ചു വെച്ചു അവനോട്, അതുകൊണ്ടല്ലേ അത്രയ്ക്ക് പൊട്ടിത്തെറി ഉണ്ടായത്. പിന്നെ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നെല്ലാം സംസാരിക്കുന്നു, നമ്മുടെ രണ്ടുപേരുടെയും കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഒന്നും നമ്മൾ മറക്കുന്നില്ല, പിന്നെന്തിനാ ഞാൻ നിന്നോട് ദേഷ്യപ്പെടേണ്ടത്, അതിന്റെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയിട്ടോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ചങ്കിൽ ഇടുത്തി വീണ പോലെ ആയി പോയത്. എൻ്റെ ഈശ്വര, എത്ര വലിയൊരു കാര്യവും മറച്ചു വെച്ചിരിക്കുന്നത്, ഒരു കൊച്ചുള്ള വിവരം മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പെട്ടെന്ന് അതിങ്ങനെ ഓർത്ത് അന്താളിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. വന്നിരിക്കുന്നില്ല, നാളെ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ മറക്കരുത്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് പോകണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാൻ മറക്കുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം. സാധാരണ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോസിന്റെ തുടക്കം മുതലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്ന് പറയും, പക്ഷെ ഞാനത് വിട്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അങ്ങനെ പറഞ്ഞു എന്നോർത്ത് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യും, അതെനിക്കറിയാം. പിന്നെ ഈ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയുക മുദ്രാവാക്യം തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.